നമസ്കാരം. റഷ്യൻ എണ്ണ കമ്പനികൾക്കുള്ള US ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യേഷ്യയിലെ വിതരണക്കാർ വഴിയും US, പശ്ചിമ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള അതിവേഗ നീക്കത്തിൽ ഇന്ത്യയിലെ എണ്ണ സംസ്കരണ ശാലകൾ. തത്സമയ ഡാറ്റ വിശകലന സ്ഥാപനമായ കെപ്ലറിന്റെ കണക്ക് പ്രകാരം നവംബർ 18 വരെ റഷ്യയിൽ നിന്നും പ്രതിദിനം 19 ലക്ഷം ബാരലായിരുന്നു ഇറക്കുമതി ചെയ്തത്. നയാരയുടെ വാജിന റിഫൈനറി ഒഴികെയുള്ള റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവരുമായി നിലവിലെ ധാരണ പ്രകാരം ഇടപാട് നടത്താൻ സാധ്യതയില്ലെന്ന് ആഗോള തത്സമയ ഡാറ്റ അനലിസ്റ്റുകൾ പറയുന്നു. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി ശതകോടീശ്വരൻ മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസും രംഗത്തു വന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണശാലയാണ് റിലയൻസിന് കീഴിൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ളത്. റിലയൻസിന്റെ ജാംനഗറിലുള്ള റിഫൈനറിയിൽ ഇനി മുതൽ റഷ്യൻ എണ്ണയ്ക്ക് പകരം ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള ബദൽ എണ്ണയായിരിക്കും ഉപയോഗിക്കുക. യൂറോപ്പ്, US, മറ്റു ചില രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ ഊന്നിയാണ് റിഫൈനറിയുടെ പ്രവർത്തനം. നവംബർ 20-നകം തന്നെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി അവസാനിപ്പിച്ചെന്നും ഡിസംബർ 1 മുതൽ ജാംനഗറിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും റഷ്യൻ ഇതര എണ്ണയുടേതാകുമെന്നും റിലയൻസ് അധികൃതർ പറഞ്ഞു. ട്രംപിന്റെ ഉപരോധത്തിന്റെ സമയപരിധി നവംബർ 21-ന് തുടങ്ങാനിരിക്കെ വൻതോതിൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി പരമാവധിയായി ഉയർത്തിയിരുന്നു. എന്നാൽ നവംബർ 21-ന് ശേഷം ഇറക്കുമതിയിൽ കുറവുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 35 മുതൽ 38% റഷ്യയിൽ നിന്നാണ്. ഇതിൽ പകുതിയിലധികം കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഡിസംബർ മുതലാകും ഇക്കാര്യം പ്രതിഫലിക്കുക. കമ്പനികളെയും അവയുടെ ഓഹരികളുള്ള ഉപസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് US-ന്റെ നീക്കം. അതുകൊണ്ട് തന്നെ ഉപരോധം ബാധകമാകാത്ത സ്ഥാപനങ്ങളോ ഇടനിലക്കാരോ വിതരണം ചെയ്യുന്ന ക്രൂഡ് ഇന്ത്യൻ റിഫൈനറികൾക്ക് വാങ്ങാൻ കഴിയും. റഷ്യൻ ക്രൂഡിന്റെ കുറവ് നികത്താൻ ഇറാഖ്, സൗദി, UAE, കുവൈറ്റ് എന്നിവരെ ഇന്ത്യ സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള പ്രധാന ക്രൂഡ് വിതരണക്കാരിൽ ഇപ്പോൾ US ഉണ്ട്. കെപ്ലറിന്റെ കണക്ക് പ്രകാരം നവംബർ 18 വരെ പ്രതിദിനം ശരാശരി 5,94,000 ബാരലാണ് US-ൽ നിന്നെത്തിയത്. ബ്രസീൽ, കൊളംബിയ തുടങ്ങി തെക്കേ അമേരിക്കൻ വിതരണക്കാരിൽ നിന്നും ക്രൂഡ് വാങ്ങുന്നതും വർദ്ധിപ്പിച്ചു. നൈജീരിയ, ഘാന എന്നിവിടങ്ങളിൽ നിന്നും ക്രൂഡ് സംഭരിക്കുന്നുണ്ട്. അതേസമയം റിലയൻസിന്റെ ജാംനഗറിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് പ്രതിദിനം 14 ലക്ഷം ബാരൽ സംസ്കരണ ശേഷിയുള്ള റിലയൻസിന്റെ റിഫൈനറി. ഇത് പൂർണ്ണമായും കയറ്റുമതിക്കുള്ളതാണ്. ഒപ്പം ആഭ്യന്തര വിപണിയിലെ വിതരണം ലക്ഷ്യമിട്ടുള്ള പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട്. US, യൂറോപ്യൻ യൂണിയൻ എന്നിവരുടെ ചട്ടങ്ങളെ എന്നും പാലിച്ചിട്ടുള്ള ചരിത്രമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനുള്ളതെന്നും റഷ്യൻ എണ്ണയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം കമ്പനി നിൽക്കുമെന്നും അധികൃതർ എന്തായാലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. US പ്രസിഡന്റ് ട്രംപ് റഷ്യൻ എണ്ണ കമ്പനികളായ ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് എന്നിവയ്ക്ക് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൊതുമേഖലയിൽ നിന്നും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള കരാർ പ്രകാരമുള്ള എണ്ണ മാത്രമാണ് നിലവിലെത്തുന്നത്.